ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ന്യായാധിപന്മാർ 1-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: തങ്ങളിൽ ആരാണ് പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞത് എപ്പോൾ? ഉത്തരം: ജോഷുവയുടെ മരണത്തിന് ശേഷം. ചോദ്യം 2: ജോഷുവയുടെ മരണത്തിന് ശേഷം ആരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് പോകേണ്ടതെന്നാണ് കർത്താവിനോട് ആരാഞ്ഞത്? ഉത്തരം: കാനാൻ നിവാസികളോട്. ചോദ്യം 3: കാനാന്യരോട് യുദ്ധം ചെയ്യാൻ കർത്താവ് ആര് ആദ്യം പോകട്ടെ എന്നാണ് പറഞ്ഞത്? ഉത്തരം: യൂദ. ചോദ്യം 4: യൂദ ആദ്യം പോകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞതെന്ത്? ഉത്തരം: ഇതാ, ആ ദേശം ഞാൻ അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ചോദ്യം 5: യൂദായുടെ സഹോദരൻ ആര്? ഉത്തരം: ശിമയോൻ. ചോദ്യം 6: യൂദ ശിമയോനോട് പറഞ്ഞത് എന്ത്? ഉത്തരം: എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോട് കൂടെ വരിക, കാനാന്യരോട് നമുക്ക് പോരാടാം. ചോദ്യം 7: ആരോട് നമുക്ക് പോരാടാം എന്നാണ് യൂദ സഹോദരനോട് പറഞ്ഞത്? ഉത്തരം: കാനാന്യരോട്. ചോദ്യം 8: ശിമയോൻ യൂദായോട് പറഞ്ഞതെന്ത്? ഉത്തരം: നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം. ചോദ്യം 9: ശിമയോൻ അവനോടുകൂടെ ഡാഷ്. ഉത്തരം: പുറപ്പെട്ടു. ചോദ്യം 10: യൂദായുടെയും ശിമയോന്റെയും കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് ആരെ? ഉത്തരം: കാനാന്യരെയും പെരീസ്യരെയും. ചോദ്യം 11: ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തിയത് എത്ര പേരെ? ഉത്തരം: 10,000 പേരെ. ചോദ്യം 12: 10,000 പേരെ എവിടെ വച്ചാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം: ബസേക്കിൽ വച്ച്. ചോദ്യം 13: ബസേക്കിൽ വച്ച് യുദ്ധം ചെയ്തത് ആരോടാണ്? ഉത്തരം: അദോണി ബസേക്കിനോട്. ചോദ്യം 14: അദോണി ബസേക്കിനോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയത് ആരെയെല്ലാമാണ്? ഉത്തരം: കാനാന്യരെയും പെരീസ്യരെയും. ചോദ്യം 15: പലായനം ചെയ്തത് ആര്? ഉത്തരം: അദോണി ബസേക്ക്. ചോദ്യം 16: അദോണി ബസേക്ക് പലായനം ചെയ്തപ്പോൾ അവനെ പിന്തുടർന്ന് എന്താണ് ചെയ്തത്? ഉത്തരം: അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. ചോദ്യം 17: കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞപ്പോൾ അദോണി ബസേക്ക് പറഞ്ഞത് എന്ത്? ഉത്തരം: കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നു. ചോദ്യം 19: കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞ എത്ര രാജാക്കന്മാർ ഉണ്ടായിരുന്നു എന്നാണ് അദോണി ബസേക്ക് പറഞ്ഞത്? ഉത്തരം: 70 രാജാക്കന്മാർ. ചോദ്യം 19: ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: അദോണി ബസേക്ക്. ചോദ്യം 20: അദോണി ബസേക്കിനെ കൊണ്ടുവന്നത് എവിടേക്ക്? ഉത്തരം: ജെറുസലേമിലേക്ക്. ചോദ്യം 21: എവിടെ വച്ചാണ് അദോണി ബസേക്ക് മരിച്ചത്? ഉത്തരം: ജെറുസലേമിൽ വച്ച്. ചോദ്യം 22: ജെറുസലേമിനെതിരായി യുദ്ധം ചെയ്തത് ആര്? ഉത്തരം: യൂദാ ഗോത്രക്കാർ. ചോദ്യം 23: യൂദാ ഗോത്രക്കാർ ജെറുസലേമിനെതിരായി യുദ്ധം ചെയ്തിട്ട് എന്താണ് ചെയ്തത്? ഉത്തരം: അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു. ചോദ്യം 24: ജെറുസലേമിനെതിരായി യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയതിന് ശേഷം ആരോട് യുദ്ധം ചെയ്യാനാണ് യൂദാ ഗോത്രം പുറപ്പെട്ടത്? ഉത്തരം: യൂദാ ഗോത്രം നെഗബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ചോദ്യം 25:
എവിടെ താമസിച്ചിരുന്ന കാനാന്യരോടാണ് യുദ്ധം ചെയ്തത്? ഉത്തരം ഹെബ്രോണിൽ. ചോദ്യം 26. ഹെബ്രോണിൻ്റെ പണ്ടത്തെ പേരെന്താണ്? ഉത്തരം കിരിയാത്ത് അർബ. ചോദ്യം 27. ന്യായാധിപന്മാർ 1:10 അനുസരിച്ച് യൂദാഗോത്രം പരാജയപ്പെടുത്തിയത് ആരെയെല്ലാം? ഉത്തരം ശേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ. ചോദ്യം 28. ദബീറിൻ്റെ പഴയ പേരെന്ത്? ഉത്തരം കിരിയാത്ത് സേഫർ. ചോദ്യം 29. കാലേബ് പറഞ്ഞതെന്ത്? ഉത്തരം കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും. ചോദ്യം 30. കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകുമെന്ന് പറഞ്ഞത് ആര്? ഉത്തരം കാലേബ്. ചോദ്യം 31. കിരിയാത്ത് സേഫർ പിടിച്ചടക്കിയത് ആര്? ഉത്തരം കാലേബിൻ്റെ ഇളയ സഹോദരനായ കെനസിൻ്റെ പുത്രൻ ഒത്തിനിയേൽ. ചോദ്യം 32. കാലേബിൻ്റെ മകളുടെ പേരെന്ത്? ഉത്തരം അക്സ. ചോദ്യം 33. കെനസ് കാലേബിൻ്റെ ആരാണ്? ഉത്തരം ഇളയ സഹോദരൻ. ചോദ്യം 34. അക്സായെ ഭാര്യയായി കൊടുത്തത് ആർക്ക്? ഉത്തരം ഒത്തിനിയേലിന്. ചോദ്യം 35. ഒത്തിനിയേൽ ആരുടെ പുത്രനാണ്? ഉത്തരം കെനസിൻ്റെ. ചോദ്യം 36. അക്സ ഒത്തിനിയേലിനോട് പിതാവിൻ്റെ അടുത്ത് ചെന്ന് ആവശ്യപ്പെടാൻ നിർബന്ധിച്ചത് എന്ത്? ഉത്തരം ഒരു വയൽ. ചോദ്യം 37. അക്സ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് ചോദിച്ചതെന്ത്? ഉത്തരം നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ചോദ്യം 38. അക്സ പറഞ്ഞതെന്ത്? ഉത്തരം എനിക്കൊരു സമ്മാനം തരിക. ചോദ്യം 39. എന്നെ പാർപ്പിച്ചിരിക്കുന്നത് എവിടെയാണല്ലോ എന്നാണ് അക്സ പറയുന്നത്? ഉത്തരം നെഗബിൽ. ചോദ്യം 40. നെഗബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്തും കൂടി തരിക എന്നാണ് പറയുന്നത്? ഉത്തരം ഏതാനും നീർച്ചാലുകളും എനിക്ക് തരിക. ചോദ്യം 41. കാലേബ് അവൾക്ക് കൊടുത്തതെന്ത്? ഉത്തരം മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു. ചോദ്യം 42. മോശയുടെ അമ്മായിയപ്പൻ ആര്? ഉത്തരം കെന്യൻ. ചോദ്യം 43. യൂദ ഗോത്രക്കാരോടുകൂടി ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് നെഗബിൽ ആരാദിന് സമീപമുള്ള യൂദ മരുഭൂമിയിലേക്ക് പോയത് ആര്? ഉത്തരം മോശയുടെ അമ്മായിയപ്പനായ കെന്യൻ്റെ പിൻഗാമികൾ. ചോദ്യം 44. കെന്യൻ്റെ പിൻഗാമികൾ പോയി അവിടെ എന്ത് ചെയ്തു? ഉത്തരം അവിടുത്തെ ജനങ്ങളോടൊത്ത് ജീവിച്ചു. ചോദ്യം 45. യൂദ സഹോദരനോടുകൂടി പുറപ്പെട്ട് സേഫാത്ത് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തി എന്ത് ചെയ്തു? ഉത്തരം നിശേഷം നശിപ്പിച്ചു. ചോദ്യം 46. സേഫാത്ത് പട്ടണത്തിന് ലഭിച്ച പേരെന്ത്? ഉത്തരം ഹോർമ. ചോദ്യം 47. യൂദായോടുകൂടെ ഉണ്ടായിരുന്നത് ആര്? ഉത്തരം കർത്താവ്. ചോദ്യം 48. ന്യായാധിപന്മാർ 1:18 അനുസരിച്ച് യൂദ കൈവശപ്പെടുത്തിയത് എന്ത്? ഉത്തരം ഗാസ, അഷ്കലോൺ, എക്രോൺ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും. ചോദ്യം 49. താഴ്വര നിവാസികളെ അവയുടെ പ്രാന്തപ്രദേശങ്ങളിലും തുരത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട്. ചോദ്യം 50. മോശ പറഞ്ഞിരുന്നത് പോലെ ഹെബ്രോൺ കൊടുത്തത് ആർക്ക്? ഉത്തരം കാലേബിന്. ചോദ്യം 51. കാലേബ് ഹെബ്രോണിൽ നിന്ന് പുറത്താക്കിയത് ആരെ? ഉത്തരം അനാക്കിൻ്റെ 3 പുത്രന്മാരെ. ചോദ്യം 52. ബെഞ്ചമിൻ്റെ ഗോത്രക്കാർ പുറത്താക്കാതിരുന്നത് ആരെ എന്നാണ് 1:21 പറയുന്നത്? ഉത്തരം ജെറുസലേം നിവാസികളായ ജബൂസ്യരെ. ചോദ്യം 53. ജബൂസ്യർ താമസിക്കുന്നത് ആരോടൊപ്പം? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം. ചോദ്യം 54. ബഥേലിനെതിരെ പുറപ്പെട്ടത് ആര്? ഉത്തരം ജോസഫിൻ്റെ ഗോത്രം. ചോദ്യം 55. ജോസഫിൻ്റെ ഗോത്രം എന്തിനാണ് ബഥേലിലേക്ക് ആളെ അയച്ചത്? ഉത്തരം ബഥേൽ ഒറ്റുനോക്കാൻ. ചോദ്യം 56. ബഥേൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഉത്തരം
ലൂസ്. ചോദ്യം 57. ചാരന്മാർ കണ്ടതെന്ത്? ഉത്തരം നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത്. ചോദ്യം 58. നഗരത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നവനോട് ചാരന്മാർ ആവശ്യപ്പെട്ടതെന്ത്? ഉത്തരം നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക. ചോദ്യം 59. വഴി കാണിച്ചു തന്നാൽ ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്? ഉത്തരം എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കും. ചോദ്യം 60. വഴി കാണിച്ചു കൊടുത്തപ്പോൾ ചാരന്മാർ എന്തു ചെയ്തു? ഉത്തരം നഗരത്തെ വാളിനിരയാക്കി. ചോദ്യം 61. നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തവനെയും കുടുംബത്തെയും ചാരന്മാർ എന്തു ചെയ്തു? ഉത്തരം അവനെയും അവൻ്റെ കുടുംബത്തെയും വെറുതെ വിട്ടു. ചോദ്യം 62. ചാരന്മാർ വെറുതെ വിട്ടവൻ എവിടെ ചെന്നാണ് നഗരം പണിതത്? ഉത്തരം ഹിത്യരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിതു. ചോദ്യം 63. ഹിത്യരുടെ നാട്ടിൽ ചെന്ന് പണിത നഗരത്തിന് അവൻ പേരിട്ടതെന്ത്? ഉത്തരം ലൂസ്. ചോദ്യം 64. ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ അവർ കാനാന്യരെ കൊണ്ട് എന്ത് ചെയ്യിച്ചു? ഉത്തരം അടിമവേല. ചോദ്യം 65. എഫ്രായിം ഗോത്രം പുറത്താക്കാതിരുന്നത് ആരെ? ഉത്തരം ഗസർ നിവാസികളായ കാനാന്യരെ. ചോദ്യം 66. സെബുലൂൺ ഗോത്രക്കാർ പുറത്താക്കാതിരുന്നത് ആരെ? ഉത്തരം കിത്രോൺ, നഹലോൺ എന്നീ നഗരങ്ങളിലെ നിവാസികളെ. ചോദ്യം 67. ആഷേർ പുറത്താക്കാതിരുന്നത് ആരെ? ഉത്തരം അക്കോ, സീദോൻ, അഹലാബ്, അക്സിബ്, ഹെർബ, അഫീഖ്, റഹോബ് ഇവിടങ്ങളിലെ നിവാസികളെ. ചോദ്യം 68. നഫ്താലി ഗോത്രം പുറത്താക്കാതിരുന്നത് ആരെ? ഉത്തരം ബേത് ഷെമിലിയോ, ബേത് അനാത്തിലിയോ നിവാസികളെ. ചോദ്യം 69. നഫ്താലി ഗോത്രം ആരുടെ ഇടയിലാണ് താമസിച്ചിരുന്നത്? ഉത്തരം തദ്ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ. ചോദ്യം 70. അമോര്യർ ഏതു ഗോത്രത്തെയാണ് മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത്? ഉത്തരം ദാൻ ഗോത്രത്തെ. ചോദ്യം 71. അമോര്യർ എവിടെ നീങ്ങുവാനാണ് ദാൻ ഗോത്രത്തെ അനുവദിക്കാതിരുന്നത്? ഉത്തരം താഴ്വരയിലേക്ക് നീങ്ങുന്നതിന്. ചോദ്യം 72. ഹാർഹറസിലെയും അയ്യാലോണിലും ഷാൽബീമിലും താമസം തുടങ്ങിയത് ആര്? ഉത്തരം അമോര്യർ. ചോദ്യം 73. അമോര്യരുടെ മേൽ ശക്തിപ്പെട്ടതാര്? ഉത്തരം ജോസഫിന്റെ ഗോത്രം. ചോദ്യം 74. അമോര്യരുടെ അതിർത്തി എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ഉത്തരം സേല മുതൽ മുകളിലേക്ക് അക്രാബിം കയറ്റം വരെ. ചോദ്യം 75. ന്യായാധിപന്മാർ 1-ാം അധ്യായത്തിന്റെ ശീർഷകമെന്ത്? ഉത്തരം കനാൻ ദേശത്തെ വിജാതിയർ. ചോദ്യം 76. ഹോർമ എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? ഉത്തരം വിനാശം.